അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട നമ്മുടെ ചാനലിലെ അംഗങ്ങളോട് 2025 എന്ന പുതിയ വർഷത്തിലേക്ക് ഉള്ള ചില ഉപദേശങ്ങൾ, നമ്മുടെ ചില അഡ്വൈസ്മെന്റുകൾ നടത്തണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ വരുന്നത്. നമ്മളെ പുതിയ വർഷത്തിലേക്ക് കടന്നു. ജനുവരി 10 ആണെന്ന്. അപ്പോ ഓർമ്മപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ. നല്ല പ്ലാനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സക്സസ് ആക്കാൻ കഴിയുകയുള്ളൂ. അതിന് വർഷത്തിന്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഓരോ കാര്യം ചെയ്യുന്നതിന്റെ തുടക്കത്തിൽ തന്നെ നല്ല പ്ലാനുകൾ നമ്മൾ വെക്കണം. ഒരു റമദാൻ വരികയാണെങ്കിൽ റമദാനിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അതിന്റെ മുമ്പേ നല്ല ഒരു പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. അതിനാണ് ഇപ്പോൾ റജബ് മാസമായി. നമ്മൾ റജബ് 11 റജബ്, ഷഅബാൻ, റമദാനിനെ വരവേൽക്കാനുള്ള മാസങ്ങളാണ്. അപ്പൊ ആ ഒരു വരവേൽപ്പിന് വേണ്ടിയാണ് അല്ലാഹു തആല നേരത്തെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വവഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ വസായിരിൽ ഖൈറാത്തി എന്ന ദുആകളൊക്കെ ദുആ ചെയ്യാൻ അല്ലാഹു നമ്മോട്, അല്ലെങ്കിൽ മുത്തുനബി നമ്മോട് പഠിപ്പിച്ചത്. അതെന്താണ്? ആ ഒരു ദുആ എന്നും ചെയ്യുന്ന ഒരു വിശ്വാസിക്ക് റമളാനാണ് വരുന്നത് എന്നൊരു ബോധം വരും. അപ്പൊ അതിനു വേണ്ടി ഉള്ള ഒരു പ്രിപ്പറേഷൻ അതാണ് നടക്കുന്നത്. അതേപോലെ 2025 വർഷത്തിലേക്ക് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല പ്ലാനുകൾ ഉണ്ടെങ്കിൽ ആ വർഷം നമുക്ക് നല്ല വർഷത്തിന്റെ ഓരോ ദിവസങ്ങളും മാസങ്ങളും വലിയ വലിയ മുത്തുകളാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടിയുള്ള ചില ടിപ്സുകൾ, ചില ഉപദേശങ്ങൾ. ഒന്നാമതായി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. തഹജ്ജുദ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ എന്നോടുകൂടെയാണ്. തഹജ്ജുദ് കഴിയുമെങ്കിൽ എന്നും നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കുക. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദിന്റെ അടുക്കൽ ചെറുപ്പത്തിൽ പോയതാണ്. മാലിക്കി ഇമാമിന്റെ അടുക്കൽ പോയ സമയത്ത് മാലിക്കി ഇമാമ് ആ വന്ന അന്ന് തന്നെ രാത്രി ഫസ്റ്റത്തെ ദിവസം ചിലപ്പോ തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ മാലിക്കി ഇമാമ് യാത്രയൊക്കെ കഴിഞ്ഞുള്ള ക്ഷീണം കൊണ്ടല്ലേ, ചരിത്രത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആളുകൾ അറിയിക്കണം. ചിലപ്പോ തെറ്റുണ്ടാകാം. മാലിക് ഇമാം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മുതഅല്ലിമുൻ യത്റുകു തഹജ്ജുദ്, തഹജ്ജുദ് ഒഴിവാക്കുന്ന ഒരു പഠിതാവോ ഒരു വിദ്യാർത്ഥിയോ ഒരിക്കലും പാടില്ല. അപ്പൊ മുഅല്ലിമായി കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ പറ്റുമോ എന്നുള്ളതല്ല. മുതഅല്ലിം എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദ് ഒഴിവാക്കാന്നുള്ളത് പാടേ ഇല്ല. അത് കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം കേട്ടോ. അല്ലാതെ അത് കഴിഞ്ഞാൽ പിന്നെ ഒഴിവാക്കാം എന്നല്ല. അപ്പോ ഒരു മുതഅല്ലിം എന്ന ഒരു സ്റ്റാൻഡിലേക്ക്, ഒരു കാറ്റഗറിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തഹജ്ജുദ്, അത് നിസ്കാരം ഒഴിവാക്കാൻ ഒരിക്കലും പാടില്ല. നമുക്കറിയാലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമാണ്. തഹജ്ജുദ് എന്നല്ല, രാത്രിയുടെ വലിയൊരു ഭാഗം നിന്ന് നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പൊ ടിപ്സ് രണ്ടാമതായി നമ്മൾ പറയാൻ പോകുന്നത് സുബ്ഹി അടക്കമുള്ള എല്ലാ വക്ത് നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കുക. ഇത് പറയുമ്പോൾ ഓരോന്നിന്റെ കൂടെ നമ്മൾ പറയുന്നുണ്ട്, ഇത് എന്നോടുകൂടെ ഉള്ള ഉപദേശമാണ്. നമ്മുടെ വർഷം ഉഷാറാകണോ അതിനുവേണ്ടി ചെയ്യാം. ഓരോ മൂന്നാമത്തെ നമ്പർ 3,
ഓരോ വക്ത് ഫർള് നിസ്കാരത്തിന്റെയും കൂടെ റവാത്തിബുകൾ, മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കുക. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോ നമ്പർ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ ഇങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ പറയാം. അതിൻ്റെയൊക്കെ ഫളായിലുകളൊക്കെ എമ്പാടുണ്ട്. അതൊക്കെ ഉസ്താദ്മാര് അല്ലെങ്കിൽ ധാരാളം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമ്മൾ എണ്ണമിട്ട് കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ളുഹാ നിസ്കാരം നമ്പർ 4. ളുഹാ നിസ്കാരം നിർബന്ധമായി നിസ്കരിക്കുക. അഞ്ചാമത്തേത് നമ്പർ 5 വിത്ർ നിസ്കാരം. അതുപോലെ നമ്പർ 6 എന്നും ഒരു 100 സ്വലാത്തെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലാൻ നമ്മൾ ശ്രമിക്കുക. നമ്പർ 7 ഒരു 100 ഇസ്തിഗ്ഫാറെങ്കിലും ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. ഇസ്തിഗ്ഫാറിനൊക്കെ ധാരാളം ഫളായിലുകളുണ്ട്. ഖുർആനിൽ തന്നെ അതിന്റെ ഫളായിൽ പറഞ്ഞു, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അല്ലാഹു നിങ്ങളെ പാപങ്ങൾ പുറത്തുതരും. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം നൽകും. വബനീൻ യുംദിദുക്കും ബി അംവാലിൻ വബനീന. അംവാലി പറഞ്ഞാൽ സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് നൽകും. വബനീന സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ നൽകും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അപ്പോൾ വീട്, സമ്പത്ത്, പറമ്പില്ലാത്തവർ, വീടില്ലാത്തവർ ഒക്കെ ഇസ്തിഗ്ഫാറുകൾ അതിനുള്ള പരിഹാരമാണ്. അതുപോലെ ഒരു 100 അൽഹംദുലില്ലാ പറയുക. നമ്പർ 7 അല്ലെങ്കിൽ 8 അങ്ങനെ അത് 3 100 പ്രാവശ്യം വെച്ച് എല്ലാ ദിവസവും പറയാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്പർ 9 എന്നും സുബഹി നിസ്കരിച്ച ഉടനെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ സുബഹി നിസ്കരിക്കുന്നതിന്റെ മുമ്പ് നമ്മളെ ജോലിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപൃതനാകുന്നതിന്റെ മുമ്പ് പരിശുദ്ധ ഖുർആനിലെ ഒരു പേജ് ഓതാൻ നമുക്ക് കഴിയാം. എന്തൊരു വളരെ റാഹത്തായിരിക്കും. ഒരു പേജ് എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണക്കാരിലേക്ക് ചേർത്ത് പറയാൻ, ആ ഒരു പേജ് നമ്മൾ വാശി വെച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുക. ഒരു പേജ് ഓതിയിട്ട് ഞാൻ വേറെ കാര്യങ്ങൾ ചെയ്യൂന്ന് വിചാരിക്കുക, അത് നടപ്പിലാക്കുക. നമ്പർ 10 നമുക്ക് വേണമെങ്കിൽ ഈ ടിപ്സുകളൊക്കെ നടക്കുന്നുണ്ടോന്ന് എല്ലാ ആഴ്ചയും പരിശോധിക്കുക. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ, ഞാൻ ഈ വെച്ച ഈ 10 കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധന നടത്തുക. ജസ്റ്റ് 10 മാത്രമേ പറയുന്നുള്ളൂ. ഇബാദത്തുമായി ബന്ധപ്പെട്ട് ഇനിയും എത്രയോ നമുക്ക് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, അതുപോലെ നമ്മുടെ സ്വഭാവ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട്, അതുപോലെ ദോഷങ്ങളിൽ നിന്ന് മാറിക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പലതും പറയാനുണ്ട്. തൽക്കാലം അതൊന്നും പറയുന്നില്ല. ഇബാദത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 10 ടിപ്സുകൾ നമ്മളിപ്പോൾ പറയുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ 10ാമതായി നമ്മൾ പറഞ്ഞ എന്താണ്, അത് എല്ലാ ആഴ്ചയും നമ്മൾ ഫോളോ ചെയ്യുക. ഈ 10 എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ? കഴിഞ്ഞ ആഴ്ചയിൽ 10 നടന്നോ? എന്തുകൊണ്ട് നടന്നില്ല? അതിനെ ഫോളോ അപ്പ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഡയറിയിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് തലയിൽ കൈവെക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഓരോ ആഴ്ചയും ഫോളോ അപ്പ് നടത്തി ഇതിനെ നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.